നമസ്കാരം. യൂട്യൂബ് ഷോർട്ട് വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഷോർട്സുമായി ബന്ധപ്പെട്ട ഏറ്റവും ബിഗ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബിൽ വന്ന ഈ അപ്ഡേറ്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. 1 by 1 ആയിട്ട് ഓരോ അപ്ഡേറ്റുകളും ഓരോ മാറ്റങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഒക്ടോബർ 15 മുതലായിരിക്കും ഈ ഫീച്ചേഴ്സ് യൂട്യൂബിൽ അപ്ലൈ ആകുന്നത്. അപ്പം ഒക്ടോബർ 15 മുമ്പ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ഒന്നും തന്നെ ഈ ഒരു അപ്ഡേറ്റ് ബാധകമായിരിക്കത്തില്ല. ഒക്ടോബർ 15 ശേഷമുള്ള വീഡിയോകളിലാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ബാധകമാകുന്നത്. നമുക്കറിയാം യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുന്ന ഫീച്ചർ കൊണ്ടുവന്നതിന് ശേഷം യൂട്യൂബ് ഷോർട്സ് ടൈം ഡ്യൂറേഷൻ 15 സെക്കൻഡ് ആയിരുന്നു. സ്റ്റാർട്ട് ചെയ്തത് 15 സെക്കൻഡിലായിരുന്നു. അതിനുശേഷം അവരത് കൂട്ടി 60 സെക്കൻഡ് വരെ ആക്കി, അതായത് 59 സെക്കൻഡ് വരെ ആക്കി. 1 മിനിറ്റ് ഉള്ള ഷോർട്ട് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പം ടൈം ഡ്യൂറേഷനിൽ യൂട്യൂബ് വീണ്ടും മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി മുതൽ 2 മിനിറ്റ് 59 സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ ഷോർട്സ് ആയിട്ട് യൂട്യൂബ് പരിഗണിക്കും. അപ്പൊ അത് ഏത് തരത്തിലുള്ള വീഡിയോകളാണ് ഈ 3 മിനിറ്റ് വരെയുള്ള വീഡിയോകൾ ഷോർട്സ് ആയിട്ട് യൂട്യൂബ് പരിഗണിക്കുക എന്നുള്ളത് പറയാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലെ യൂട്യൂബുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ 2 മിനിറ്റും 59 സെക്കൻഡും ഉള്ള എല്ലാ വീഡിയോകളും യൂട്യൂബ് ഷോർട്സ് ആയിട്ട് പരിഗണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതായത് നമ്മളിപ്പോൾ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, യൂട്യൂബിന്റെ ലോങ് വീഡിയോ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊന്നും ഷോർട്സ് ആയിട്ട് യൂട്യൂബ് പരിഗണിക്കുന്നില്ല. പക്ഷേ നമ്മൾ 3 മിനിറ്റ് വരെയുള്ള വെർട്ടിക്കൽ സ്ക്വയർ ഫോർമാറ്റിലുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ആണ് പരിഗണിക്കുക. നമ്മൾ ലെങ്തി ആയിട്ടുള്ള വീഡിയോ 3 മിനിറ്റ് വരെയുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ ഫോർമാറ്റ് സ്ക്വയർ ഫോർമാറ്റോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോർമാറ്റോ ആണെന്നുണ്ടെങ്കിൽ അത് നേരെ ഷോർട്സ് ആയിട്ട് യൂട്യൂബ് പരിഗണിക്കും. പിന്നെ ആ വീഡിയോ കൂടുതലും പെർഫോം ചെയ്യാൻ പോകുന്നത്, കൂടുതലും റെക്കമെൻഡ് ചെയ്യപ്പെട്ട് പോകാൻ പോകുന്നത് ഷോർട്ട് ഷെൽഫിലായിരിക്കും. സാധാരണ എങ്ങനെയാണോ ഒരു ഷോർട്ട് വീഡിയോ, നമ്മൾ 1 മിനിറ്റിൽ താഴെയുള്ള ഒരു ഷോർട്ട് വീഡിയോ എങ്ങനെയാണോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പെർഫോം ചെയ്യുന്നത്, ആ രീതിയിലായിരിക്കും ഈ 3 മിനിറ്റുള്ള വീഡിയോ പെർഫോം ചെയ്യുക. രണ്ടാമതായിട്ട് യൂട്യൂബ് ഷോർട്സുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം യൂട്യൂബ് ഷോർട്സിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവർക്ക് എങ്ങനെയായാലും യൂട്യൂബ് ഷോർട്സിൽ മ്യൂസിക്കുകൾ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ യൂട്യൂബിന്റെ ഒരു ലൈബ്രറി ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ മ്യൂസിക് എടുത്തിട്ട് ഷോർട്ട് വീഡിയോസിൽ പലരും ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബിന്റെ ലൈബ്രറിയിൽ നിന്നോ ഷോർട്സ് ലൈബ്രറിയിൽ നിന്നോ അല്ലാതെ മ്യൂസിക്കുകളും ഷോർട്ട് വീഡിയോസിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അതിനൊന്നും കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിമോ ഒന്നും സാധാരണ വരാറില്ല. ചില ചുരുക്കം കേസുകളിൽ മാത്രമേ കോപ്പിറൈറ്റ് ക്ലെയിം ഒക്കെ വരാറുള്ളൂ. അല്ലാത്ത കേസുകളിലൊക്കെ തന്നെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഈ പറയുന്ന മ്യൂസിക് നമുക്ക് 1 മിനിറ്റിൽ താഴെയുള്ള വീഡിയോകളിൽ ഷോർട്സിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സ്ക്വയർ വെർട്ടിക്കൽ ഫോർമാറ്റിലുള്ള വീഡിയോകൾ 3 മിനിറ്റ് വരെയുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വെളിയിൽ നിന്നുള്ള മ്യൂസിക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അതായത് ഒന്നുകിൽ നിങ്ങൾ യൂട്യൂബിന്റെ മ്യൂസിക് ലൈബ്രറിയിൽ നിന്നുള്ള സോങ്സ് യൂസ് ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ ഷോർട്സ് ലൈബ്രറിയിൽ നിന്നുള്ള മ്യൂസിക് ഉപയോഗിക്കുക. ഇതല്ലാതെ നിങ്ങൾ വെളിയിൽ നിന്നുള്ള മ്യൂസിക് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ 3 മിനിറ്റ് വരെയുള്ള ഷോർട്ട് വീഡിയോസ് യൂട്യൂബ് ബ്ലോക്ക് ചെയ്യും. അത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റാതെ വരും. പക്ഷേ നിങ്ങൾ 60 സെക്കൻഡിന് താഴെയുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് വെളിയിൽ നിന്നുള്ള മ്യൂസിക്കുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉപയോഗിക്കാം. 60 സെക്കൻഡ് വരെയുള്ള വീഡിയോയിൽ പഴയ പോലെ തന്നെയാണ്. പക്ഷേ 60 സെക്കൻഡിന് മുകളിലേക്ക് വീഡിയോകളുടെ ലെങ്ത് വരുമ്പോൾ ഈ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷന് അപ്ലൈ ആകുന്നത്. അപ്പൊ ഈ 2 അപ്ഡേറ്റുകളാണ് യൂട്യൂബ് ഷോർട്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. യൂട്യൂബ് ഷോർട്സ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ടും ഇനി അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഇന്ന് വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന ഈ 3 മിനിറ്റ് വരെയുള്ള ഷോർട്സ് വീഡിയോ അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റുകളിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.